അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സർഗവസന്തം പെയ്തിറങ്ങുന്ന മസാഫിന്റെ ഈ വേദിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ഏടുകളിൽ നിന്നും അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രകൃതിപരമായി തന്നെ സർവ്വജീവികളോടും സേവന മനോഭാവത്തോടെ പെരുമാറിയ ഒരു ലോക നേതാവുണ്ട്. കൊച്ചുകുട്ടികൾക്ക് മുതൽ മൺപേടകളോട് വരെ പെരുമാറിയ ജീവിതശൈലി ലോകത്തിനൊരു ഉദാത്ത മാതൃക തന്നെയാണ്. ആദിമ മനുഷ്യൻ തൊട്ട് പിറവി കൊണ്ട എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിശ്ചയിച്ചുകൊണ്ടാണ് ഇസ്ലാം മത പ്രചാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്. ആ പ്രവാചകന്മാരെല്ലാം സേവന സന്നദ്ധരായ പ്രബോധകന്മാരായിരുന്നു എന്നാണ് ചരിത്രം. ഇസ്ലാം മത സേവനത്തെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് കാണുന്നത് എന്നതും ഇവിടെ ഞാൻ എടുത്തു പറയുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹജീവികൾക്ക് മുന്നിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനം ഉണർത്തുകയാണ്. അവിടുന്ന് പറയുകയുണ്ടായി, ഒരാൾ ഒരു വിശ്വാസിയുടെ ജീവിത ക്ലേശങ്ങൾ ദൂരീകരിച്ചു കൊടുത്താൽ അവന്റെ ക്ലേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു നൽകും. പ്രയാസപ്പെട്ടവനൊരാൾ ആശ്വാസം നൽകിയാൽ എത്തിലും പരത്തിലും അവൻ അല്ലാഹു ആശ്വാസം നൽകും. പ്രിയമുള്ളവരെ, വിശാലം ഒരു സമൂഹ ബോധത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം വിരൽ ചൂണ്ടുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് മുക്തമായി പാരിത്രിക പ്രീതിക്കായി കാക്ഷിച്ചുള്ള സേവനത്തിന് സാങ്കല്പികമാവാത്ത നേട്ടങ്ങൾ കൈവരിക്കാമെന്നാണ് ഈ ഒറ്റ വചനം നമ്മോട് പറയുന്നത്. വയനാട്ടിൽ കുടുങ്ങിയ പശുക്കളെ സംരക്ഷിച്ച വിശ്വാസിക്ക് പ്രചോദനമായ ഹദീസാണ് ഞാൻ ഇനി പറയുന്നത്. ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ഒരു ഒട്ടകത്തെ ശ്രദ്ധിക്കുകയുണ്ടായി. വെലിഞ്ഞൊട്ടിയതായിരുന്നു ആ ഒട്ടകം. ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥയെ വിളിച്ചു പറഞ്ഞു, ഈ ജീവിയുടെ വിഷയത്തിലും തഖ്വ ഉണ്ടാവണം, നിസ്കാരത്തിലും നോമ്പിലും മാത്രമല്ല. അർഹംഹും ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാക്കുക. അർഹംകും ഫിസ് സമാഇ, എങ്കിൽ ആകാശത്തുള്ള അധിപൻ നിങ്ങളോടും കരുണ കാണിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. സേവനത്തെ ചൂഷണമാക്കി മാറ്റുന്ന വലിയൊരു മാഫിയ തന്നെ സമൂഹത്തിലുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ക്ലേശമനുഭവിക്കുന്ന മനുഷ്യന്റെ ആവശ്യതകളെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന വർഗം. ഇവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ മാതൃകയാവേണ്ടത്. വഴിയിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്ന സേവനം പോലും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അരുളിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നാം. കിട്ടുന്ന അവസരങ്ങളെല്ലാം സമൂഹത്തിന് സമർപ്പിക്കുന്നതാവണം നമ്മുടെ ജീവിതം. ഈ വിഷയത്തിൽ സുന്നി സംഘ കുടുംബത്തെ എടുത്തു പറയേണ്ടതുണ്ട്. വിവിധ മേഖലയിൽ നാം ചെയ്തു വരാറുള്ള പല പ്രവർത്തനങ്ങളും ആരാരും അനുകരിക്കപ്പെടുന്നതായി മാറിയിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിന് ഒരു വഴിത്തിരിവാവട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.